അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ പക്ഷേ കാര്യമായ ചില ചർച്ചകൾ ഉയരുന്നുണ്ട്. അത് എയർ ഇന്ത്യയുടെ വിമാനങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ചർച്ചകൾ ഉയരുമ്പോൾ പല വിവരങ്ങളും പുറത്തു വരുന്നത് കെടുകാര്യസ്ഥതയുടെ വിവരങ്ങളാണ്. രാജ്യത്ത് പഴക്കം ചെന്ന വിമാനങ്ങൾ പറത്തുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള എയർ ഇന്ത്യ കഴിഞ്ഞ 2 വർഷത്തിനിടെ നേരിട്ടത് നിരവധി നടപടികളാണ്. പിഴ ഈടാക്കേണ്ടി വന്നിട്ടുണ്ട്. നഷ്ടത്തിൽ മുടിഞ്ഞ എയർ ഇന്ത്യയെ ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ അന്ന് ഏറ്റെടുത്തതെങ്കിലും DGCAയുടെ തല്ലുകൊള്ളാനേ എയർ ഇന്ത്യക്ക് നേരമുണ്ടായിട്ടുള്ളൂ. വലിയ നഷ്ടത്തിൽ പോയിരുന്ന എയർ ഇന്ത്യയെ ലാഭത്തിലെത്തിക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ ഏറ്റെടുക്കുന്നത്. എന്നാൽ രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ പുറത്തു വരുന്നത് കെടുകാര്യസ്ഥതയുടെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ. രാജ്യത്ത് പറക്കുന്ന പഴക്കമേറിയ വിമാനങ്ങളിൽ 43 എണ്ണം എയർ ഇന്ത്യയുടേതാണ്. പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്ന കാര്യത്തിൽ എയർ ഇന്ത്യയാണ് ഒന്നാമത്. ഇതിനു പുറമെ വിമാനത്തിന്റെ പ്രവർത്തനത്തിലെ വീഴ്ച, സുതാര്യതയില്ലായ്മ, കോക്പിറ്റിലെ അച്ചടക്കമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിൽ DGCA എടുത്ത നടപടികൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. അപമര്യാദയായി പെരുമാറിയ യാത്രക്കാരനെ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയിൽ $35,000 2023 ജനുവരിയിൽ എയർ ഇന്ത്യ പിഴയൊടുക്കേണ്ടി വന്നത്. തൊട്ടടുത്ത മാസം വിമാനത്തിന്റെ കോക്പിറ്റിൽ സുഹൃത്തിനെ കയറ്റിയതിന് പൈലറ്റിനെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതേ വർഷം ജൂണിൽ ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ വിമാനം എഞ്ചിൻ തകരാർ കാരണം കിഴക്കൻ റഷ്യയിൽ ഇറക്കേണ്ടി വന്നു. പിന്നീട് 2024 ജൂലൈ മാസം ഇതേ റൂട്ടിൽ വീണ്ടും വിഷയമുണ്ടായി. അന്ന് കാർഗോ ഹോൾഡ് ഏരിയയിലായിരുന്നു പ്രശ്നം. പൈലറ്റുമാർക്ക് വിശ്രമം നൽകാതെ ജോലിക്ക് നിയോഗിച്ചതിന് 80 ലക്ഷം രൂപ എയർ ഇന്ത്യ DGCAക്ക് പിഴയൊടുക്കേണ്ടി വന്നത് 2024 മാർച്ചിലാണ്. 2025 ആവശ്യമായ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും പൂർത്തിയാക്കാത്ത പൈലറ്റിനെ പറക്കാൻ അനുവദിച്ചതിന് 30 ലക്ഷം രൂപ പിഴയടക്കേണ്ടി വന്നു. സ്വകാര്യവൽക്കരിച്ചിട്ടും എയർ ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ലെന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ ഈ കെടുകാര്യസ്ഥതയാണെങ്കിൽ എയർ ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, News 18.